സാമൂഹ്യക്ഷേമ വകുപ്പിന്റെ അംഗീകാരത്തോടെ 2 വർഷമായി കാവുങ്ങലിൽ പ്രവർത്തിക്കുന്ന നവജീവൻ ഓൾഡ് ഏജ് ഹോമിലെ കുഞ്ഞച്ചന്റെ 96ാം പിറന്നാൾ ആഘോഷത്തിൽ മുഖ്യാതിഥിയായി ജില്ലാ കളക്ടർ വി.ആർ. വിനോദ് പങ്കെടുത്തു. തീർച്ചയായിട്ടും സന്തോഷത്തോടെ ജീവിക്കേണ്ടത്. ഞങ്ങളൊക്കെ കാണുന്നത് പല കുടുംബങ്ങളിലും മക്കളും കൊച്ചുമക്കളോടൊപ്പം തന്നെ ജീവിക്കുന്ന പലർക്കും സന്തോഷം എന്നുള്ളത് ഇല്ലാതായിക്കൊണ്ട് എല്ലാ സമ്പത്തുകളും എല്ലാ മക്കൾക്കും കൊച്ചുമക്കൾക്കും കൊടുത്തതിന് ശേഷവും ഒരുപാട് കുടുംബങ്ങളിൽ എല്ലാവരും ഉണ്ടായിട്ട് എല്ലാവരുടെ നടുക്കും ആണെങ്കിൽ പോലും എല്ലാ സമ്പന്നതയുടെ നടുക്കും ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ഒരുപാട് പേര്. അപ്പം അതുകൊണ്ടാണ് ഇതുപോലെ ഒരു ഇതിലേക്ക് വരുന്നത്. എപ്പോഴും വൃദ്ധസദനം എന്നുള്ള പേര് നമ്മൾ ഉപയോഗിക്കുന്നത് ശരിയാണെന്ന് തോന്നുന്നില്ല, അല്ലേ? നമ്മൾ ഒരു സന്തോഷമായിട്ടിരിക്കുക. ചില സ്ഥലങ്ങളത് റിട്ടയർമെൻറ്റ് ഹോം എന്നൊക്കെയാണ് പറയുന്നത്. വിദേശ രാജ്യങ്ങളിലൊക്കെ ഒരു പ്രായം കഴിഞ്ഞാൽ ഇതുപോലെയുള്ള സ്ഥലത്ത് പോകും. അപ്പോൾ അവരുടേതായിട്ടുള്ള ഒരേ പ്രായത്തിലുള്ളവരാകുമ്പോൾ ഒരേ തരത്തിലുള്ള കാര്യങ്ങളായിരിക്കും താല്പര്യം. ബുദ്ധിമുട്ടുകൾ ചിലതുണ്ടാവും, അതെങ്ങനെ പരിഹരിക്കാം, അങ്ങനെ ഒരുമിച്ചുള്ള ചില കളികളിലും വ്യായാമത്തിലും ഒക്കെ ഏർപ്പെട്ട് സന്തോഷത്തോടു കൂടി ജീവിക്കുക. ഓൾഡ് ഏജ് ഹോം ചെയർപേഴ്സൺ സുജ മാധവി അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി പി. പുഷ്പലത, മലപ്പുറം മുനിസിപ്പൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി. കെ. അബ്ദുൽ ഹക്കീം, പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിയിലെ ഡോക്ടർ കെ. സജിത്ര, മലപ്പുറം വനിതാ പോലീസ് സ്റ്റേഷൻ എഎസ്ഐ എം. അനിത, ഈസ്റ്റേൺ സലീം എന്നിവർ സംസാരിച്ചു. മലപ്പുറം ഡെപ്യൂട്ടി DMO ഡോക്ടർ എ. ഷിബുലാൽ, മലപ്പുറം താലൂക്ക് ആശുപത്രി പാലിയേറ്റീവ് നഴ്സ് ഷെറിൻ, കെ. ഗീത ടീച്ചർ എന്നിവർ പങ്കെടുത്തു. ആലത്തൂർ പടിയിലെ നവജീവൻ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ കീഴിലാണ് ഈ ഓൾഡ് ഏജ് ഹോം പ്രവർത്തിക്കുന്നത്.